അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ചക്ക അടയായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വരിക്ക ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. അതിനി ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. മിക്സിയിൽ അരക്കുകയല്ല ചെയ്യണത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുക. കൂടുതൽ എടുക്കാം. ഇത് ചക്ക നല്ല മധുരമുണ്ട്, അതുകൊണ്ട് 2 അച്ച് മതിയാവും. പിന്നെ ഒരു ടീസ്പൂണോ 1-2 ടീസ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ ഈ ശർക്കര കുത്തിപ്പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉരുക്കി ഒഴിച്ച് കൊടുക്കാൻ നല്ലത്. ഈ ശർക്കരയിൽ കല്ലൊന്നും കാണില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം ചെറുതായി ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ആ ചക്ക അരിഞ്ഞു വെച്ച ചക്ക ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരച്ചും കൂടിയൊക്കെ ചേർത്തി കൊടുക്കാം. ഈ ചക്ക നല്ല മധുരമുണ്ട്, അപ്പോൾ ഇത് മതിയാവും. നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം. ഇനി ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം, ഞാൻ ചേർത്തി കൊടുക്കുന്നില്ല. ചക്കൻ്റെ അതേ ടേസ്റ്റ് വരണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താതെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനിതിങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. അപ്പം ചക്ക വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 2 ഗ്ലാസ് സാധാരണ മില്ലിൽ പൊടിപ്പിച്ച പത്തിരിപ്പൊടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. തിളച്ച വെള്ളം തന്നെയാണ്, നല്ല ചൂടുള്ള വെള്ളമാണ് എന്നെങ്കിൽ അട സോഫ്റ്റ് ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബലമാവും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക.
അപ്പം എല്ലാം ഞാനിങ്ങനെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ ഇങ്ങനെ പത്തിരിക്ക് പണ്ടത്തെ കാലം വട്ടുണ്ടാക്കണം അതേപോലെ ഒരു കുഴി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നിറച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ശരിക്കൊരു പൂവടൻ്റെ അതേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ല ഇനി ഉരുളയായിട്ടാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെയാക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഉണ്ടാക്കിയത് നല്ല ചക്കട ഇതേപോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. കുറച്ച് നാളികേരമൊക്കെ ഉരുക്കിയ ശർക്കരൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു മതിയാക്കാൻ തോന്നാത്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു പൂവടൻ്റെ അതേ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പൂവടൻ്റെ അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത് കഴിയാണ്. ഇനി എന്തിനാ ആവിയിലാണ് വേവിച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ ഇല മാൻ്റലിയിലൊക്കെ പരത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇത് നിറച്ച് കൊടുത്തിട്ടും ആവിയിൽ വേവിച്ചെടുക്കാം. പക്ഷെ ഞാനിതിങ്ങനെയാണ് ചെയ്യണത്. ഇനി ഒരു സ്റ്റീമറിലിട്ടിട്ട് വാഴൻ്റെ വെച്ചിട്ട് അതിലേക്ക് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റീമറിൽ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവി വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വെന്ത് കിട്ടിയിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പപ്പടക്കോലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം അത് വെന്തോ വെന്തിട്ടില്ലേ എന്നുള്ളത്. അടയല്ലേ, എന്തായാലും നമുക്ക് മനസ്സിലാവുമല്ലോ വെന്തതും വേവാത്തതും. അപ്പം ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ, പേരക്കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കട്ടെ. ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആവിയിൽ വെക്കാനുണ്ട്. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.